ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈദാണ്. അപ്പോൾ നമ്മൾ 6 മണിയായത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഷെബി എണീറ്റിട്ടുണ്ട്, ഞാൻ എണീറ്റിട്ടുണ്ട്, എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈദിൻ്റെ വ്ലോഗാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ കിച്ചണിൽ വന്നപ്പോൾ മമ്മി ചായ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് കറി ഉണ്ട്, പിന്നെ പത്തിരി ഉണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതാണ് ഉള്ളത്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങും. അങ്ങനെ മമ്മിയൊക്കെ മാറ്റി വന്നിട്ട് ഷെബിയാരോടൊക്കെ രാവിലെ തന്നെ കത്തിക്കൊണ്ട് പെരുന്നാളല്ലേ. അങ്ങനെ മമ്മി അവിടെ ചായ എന്താ പറയുക ആറിക്ക അങ്ങനെ നമ്മൾ പത്തിരിയും ബീഫ് കറിയും ചായയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. ഷെബി നല്ല കഴിക്കലോട്ടോ. ഷെബി ഞാൻ വിചാരിച്ചു രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കഴിക്കാൻ. എവിടെ നല്ല കഴിക്കലാണ്, ഞാനും കഴിക്കുന്നുണ്ട്. അങ്ങനെ സിപ്പ് എടുക്കണുണ്ടെങ്കിൽ വിചാരിക്കും നല്ല തീറ്റയെന്ന്. പക്ഷെ ഞാൻ ആകെ 5-6 പത്തിരി കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബീഫ് കറിയും പത്തിരിയൊക്കെ കൂട്ടിയിട്ട് നല്ല കഴിക്കൽ കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഞാൻ ഇങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് പെരുന്നാളാകുമ്പോൾ കൂടുതൽ വിശപ്പുള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ ഓരോ സിപ്പിട്ട് ഊതിയൊക്കെ കുടിക്കുക. നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പം നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ നല്ല കഴിക്കലൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പോയി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. പുഡിങ് ഉണ്ടാക്കാനുള്ള ചെന്ന ഗ്ലാസ് വാങ്ങാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കട തുറന്നിട്ടില്ല. ബട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഷിബി പറഞ്ഞു ഞാൻ പോയി നോക്കട്ടേന്ന്. ഉറക്കം നമുക്ക് തേഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സാധനം വാങ്ങലും മസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സാധനം വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ അവസാനം അതൊക്കെ കിട്ടിയെന്നാണ്. ഷിബി വരുന്നുണ്ട്, എനിവേ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുളിച്ച് അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മളിന്ന് പുതിയ ഡ്രസ്സ് ഇടാത്ത. പുതിയ ഡ്രസ്സ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ ഇടാറുള്ളൂ. കാരണം പെട്ടാൽ മതിയല്ലോ, വെറുതെ എന്തിനാ. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മളെ കുളി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, കമോൺ. നമുക്കപ്പോൾ ഫുഡായിട്ട് എന്നുള്ളത് നല്ല ബീഫ് ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, ബട്ട് ഞാൻ ബീഫ് ബിരിയാണി കഴിച്ചു. പിന്നെ അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ നല്ല ചിക്കൻ ചില്ലി ഉണ്ട്. അപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്, പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് പപ്പടം ഇല്ലാതെ ഇങ്ങനെ ബിരിയാണി കഴിച്ചു. പിന്നെ പപ്പടം ഇല്ലാതെ ബിരിയാണി കഴിച്ചു. പപ്പടം ഇല്ലാന്നില്ല അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. നല്ല കഴിക്കൽ കഴിച്ചു. പിന്നെ ഇത്ര വൃത്തിയാക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര വളരെ പുഷ്ടമായി കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വൃത്തിയിലൊന്നും നല്ലോട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ ഓരോ സിപ്പ് എടുത്ത് കഴിക്കൽ തുടങ്ങി. അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഉണ്ടാക്കിയ പുഡിങ് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുഡിങ്, മാംഗോ പുഡിങ്. വളരെ സ്വാദിഷ്ടവും അതിൽ കൂടുതൽ എന്താ പറയുകയെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. സോ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തോ. ഞാനാണ് പുഡിങ് ഉണ്ടാക്കിയത്. നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പുഡി കഴിച്ചോളാം. അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്, അടിപൊളിയാണ്. ഞാൻ ഉണ്ടായതുകൊണ്ട് വരല്ല. എങ്ങനെയുണ്ട് ഷെബേ? അങ്ങനെ നമ്മൾ പുഡിങ് കഴിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിന്ന് വീട്ടിൽ പോവാണ്. കാരണം പെരുന്നാളാണ്. ഞാൻ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ് അവിടെ. ഇവിടെയാണ് ഷെബിൻ്റെ വീട്ടിൽ ആദ്യ പെരുന്നാളാണ്. അപ്പം നമ്മൾ റെഡി ആയിട്ട് പോവാണ്. നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ എൻ്റെ വീട്ടിൽ പോവാണ്. മരിച്ചൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ അതാണ് സംഭവം. പെരുന്നാളല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മൾ നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം വിളിച്ചിട്ട് ചീത്തിട്ട് ഞങ്ങൾക്ക്
ഞങ്ങളെല്ലാ പരിപാടിക്കും ലേറ്റായിട്ട് എത്തല്. ആ ഒരു എന്താ പറയുക, ആ ഒരു മറ്റേ എന്താ പറയുന്നത്, ആ ഒരു എന്താ പറയുക, ആ ഒരു ശീലം മാറ്റേണ്ട വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിയാണ് വയ്ക്കണേ. അവിടെ ചെന്ന് ചീത്ത ഇട്ടും വേണ്ടെന്ന് ഉറപ്പാണ്. ഞാനും ഉണ്ട്, പിന്നെ അപ്പം നമ്മളെ വീട്ടിലെത്തി. മമ്മി ഉണ്ട്, സാളുണ്ട്, എല്ലാവരും സാളിടൂ. പിന്നെ ഷെബി ഇവിടെ വെള്ളം കുടിക്കാണ്. പപ്പ ഉണ്ട് ഇവിടെ, ഊർണിമ ഉണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മള് ആളുകളുണ്ട്. ഫിദയുടെ ഫിദുണ്ട്, സേബുണ്ട്. സേബ് മൈലാഞ്ചി എടുക്കാന്നുണ്ട്. സേബ് മൈലാഞ്ചി ഫിദിട്ടില്ല. ഫിദ മൈലാഞ്ചി ഞാൻ വിട്ടിട്ടില്ല ഗായ്സ്. അപ്പം മമ്മി മൈലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓഫ്, മമ്മിക്ക് തന്നെ പെരുന്നാൾ ഗായ്സ് അല്ലേ? മമ്മി ഇന്ന് എന്തൊക്കെയാ നമ്മളിവിടെ ഉള്ളത്? ഇന്നെന്താ, ബിരിയാണി വെച്ചിട്ടുണ്ട്. പെരുന്നാളല്ലേ, നല്ല കോഴി ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, നല്ല വമ്പ പരിപാടിയാണ് അവിടെ. നമ്മ പരിപാടിയാ? എത്ര ആൾക്കാർ പരിപാടിയാ? ഒരു 8-10 ആൾക്കാർ പരിപാടിയൊക്കെയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ തുടങ്ങി. ഈ വീണ്ടും ഫുഡ് കഴിക്കാൻ ഇവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടും തൈരും ചോറും, പിന്നെ ഇവിടെ പപ്പടം ഉണ്ടായിരുന്നു, മാംഗോ ഒക്കെ ഉണ്ടായിരുന്നു. ഷെബി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തഗ്ഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എനിവേ അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഡെസേർട്ടൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് സംസാരമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ബിക്കോസ് ഓൾറെഡി നമ്മൾ ലേറ്റായിന് പോവാൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ ഒരു 10-11 മണിയായി. അപ്പോൾ നമ്മൾ പെരുന്നാൾ എത്രയൊക്കെ ഉള്ളൂ. കുറേ നമ്മൾ ഉറങ്ങിയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. എന്തിനാ എടുത്തിരിക്കുന്നത്, നമ്മൾ ലഞ്ച് ചെയ്യുന്നതിൽ ഉറങ്ങണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ ഫ്ലാഷ് അടിച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടിങ്ങനെ അതിനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മൾ ഈദ് വ്ളോഗ്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ഡേ ഓഫ് ഈദാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് തിരൂർ ബീച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ദൂരം കൂടുതലാണ് തിരൂർ ബീച്ച്, കോഴിക്കോട് ബീച്ച് പോകാമായിരുന്നു. അങ്ങനെ പകുതി എത്തിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കോഴിക്കോട് ബീച്ചിലേക്കാണ് ദൂരം കുറവെന്ന്. എനിവേ നമ്മളങ്ങനെ പോവാണ്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് നമ്മളങ്ങനെ പോയി. നമ്മൾ ഏകദേശം കാലിക്കറ്റ് നമ്മൾ NH ഒക്കെ എത്തി. എക്സാക്റ്റ് പ്ലേസ് ചെയ്താൽ എനിക്കറിയില്ല. നമ്മൾ 2.5 മണിക്കൂർ ബ്ലോക്കിൽ നിന്നിട്ടാണ് കാലിക്കറ്റ് എത്തിയത്. അതിൻ്റെ ഒരു ക്ഷീണവും ദേഷ്യവും ശിവൻ്റെ മുഖത്തുണ്ട്. ബിക്കോസ് റോഡ് പണി എന്തോ നടക്കും. നമ്മൾ 3:30 ഇറങ്ങിയിരുന്നു, പക്ഷെ നമ്മൾ എത്തിയത് 8 മണി ആ ടൈമിനാണ് എത്തിയത്. അപ്പോൾ നമ്മളിനി അറിയാമല്ലോ ബീച്ചിൽ പിന്നെ നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല, കാരണം രാത്രിയായില്ല. അങ്ങനെ പിന്നെ നമ്മളങ്ങനെ സുർക്കിയിലിട്ടോ കഴിച്ചപ്പോൾ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്താണ്, നമുക്ക് പിന്നെ എല്ലായിടത്തും കഴിക്കാമല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വേഗം കഴിക്കാത്ത തല്ലാത്തില്ല നമ്മൾ കഴിക്കും. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ കഴിച്ച്, പിന്നെ ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തനും കുക്കുമ്പറും പൈനാപ്പിളും പപ്പായൊക്കെ ഉള്ളൊരു മിക്സ്ഡ് ഫ്രൂട്ട് വാങ്ങി, അതും നമ്മൾ കഴിച്ചു. അതും കഴിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് വെറുതെ വാങ്ങി. മിക്സ്ഡ് ഉണ്ടായിരുന്നു, സ്വീറ്റ് ഉണ്ടായിരുന്നു, മസാല ഉണ്ടായിരുന്നു. ഞാൻ വലിയ ആളായിട്ട് മസാലയാണ് ഓർഡർ ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മസാല എനിക്കിഷ്ടമായില്ല. അപ്പം ഞാനൊരു ഇത്തിരി കഴിച്ചിട്ട് അപ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ഷെബി അത് കണ്ടിട്ടില്ല. മേ ബി വ്ലോഗ് കാണുമ്പോഴാക്കണം ഷെബി അറിയാം ഞാനത് പോയി കളഞ്ഞിക്കാണ്. ഞാൻ വേഗം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിക്കലായിട്ട് പിന്നെ നമ്മൾ മുട്ട മസാല, അതുപോലെ കോളിഫ്ലവർ, ചിക്കൻ പക്കോട, ചായ അങ്ങനെയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ വയറ് കുറച്ചൊക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മൾ കല്ലുമ്മക്കായ. അങ്ങനെ കല്ലുമ്മക്കായ നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കണ്ടായിരുന്നു. നമ്മൾ ചെജ്ജു ഉണ്ടായിരുന്നു. ചെജ്ജു കല്ലുമ്മക്കായ കഴിക്കാൻ കാണുന്നതിന് രസമെന്ന് വളരെ സ്വീറ്റായിട്ട് ആൾ കഴിച്ചിരുന്ന ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ബിക്കോസ് രാത്രിയാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അതിലൊരു ക്യാപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഷവർമ കഴിച്ചു. ഷവർമയും ബർഗറും അതുപോലെ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഷെബി കുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഇരുന്നു. ഐഷക്ക് എന്താ പറയല്ല ഐഷ? അപ്പോൾ നമ്മളാകെ നനഞ്ഞ് കുടിച്ച് ബീച്ചൊക്കെ നനഞ്ഞ് ഞാൻ ബീച്ചിൽ ഇറങ്ങിയിരുന്നില്ല നനഞ്ഞ് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മളാകെ ഫുള്ളായി നനഞ്ഞു.
ഇത്രയുള്ളൂ നമ്മൾ വ്ലോഗ് നമ്മൾ വീട്ടിൽ പോവാണ്. ഓക്കെ.